الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. ولو شاء ربك لجعل الناس أمة واحدة ولا يزالون مختلفين إلا من رحم ربك ولذلك خلقهم وتمت كلمة ربك لأملأن جهنم من الجنة والناس أجمعين. صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്രഷ്ടാവായ അല്ലാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കണമെന്ന്, അവൻ വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന്, തഖ്വ ഉള്ളവരായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എന്നോടും നിങ്ങളോടും ഒരുപോലെ ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇസ്ലാമിക സമൂഹത്തിൽ ജനിക്കാനും ഇസ്ലാമിക സമൂഹത്തിൽ വളരാനും ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. ഇസ്ലാമിക സമൂഹത്തിന് പുറത്താണ് ജനിച്ചതെങ്കിലും ഇസ്ലാമിക ആദർശം സ്വീകരിക്കുവാനും ഈ സമുദായത്തിൽ ജീവിക്കുവാനും അവസരം ലഭിച്ചിട്ടുള്ള മഹാഭാഗ്യവാന്മാരായിട്ടുള്ള ചിലരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവർ അല്ലാഹുവിങ്കിൽ നിന്നുള്ള സന്മാർഗത്തിലാണ്, അവർ വിജയികളുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രശംസിച്ചവരുടെ കൂട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ നമുക്ക് സന്തോഷമുണ്ട്, നമുക്ക് അഭിമാനമുണ്ട്. ഈ സന്തോഷവും അഭിമാനവും ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്താണെന്നും ആ ഉമ്മത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നും ആ ഉമ്മത്തിന് എന്താണ് ഇവിടെ നിർവഹിക്കാനുള്ളത് എന്നുമുള്ള വിഷയങ്ങളെക്കുറിച്ച് ചിലപ്പോഴൊക്കെ നാം ആലോചിക്കുന്നതും നമ്മുടെ ഓർമ്മയിലേക്ക് വിഷയങ്ങൾ ആവർത്തിച്ചു കൊണ്ടുവരുന്നതും നല്ലതാണ്. നമുക്ക് സാധാരണ പരിചയമുള്ള രണ്ടു പദങ്ങളുണ്ട്. ഒന്ന് ഖൗം എന്ന പദമാണ്, മറ്റൊന്ന് ഉമ്മത്ത് എന്ന പദമാണ്. ഖൗം എന്ന പദത്തിന് സമുദായം എന്ന് നാം അർത്ഥം പറയാറുണ്ട്. ഉമ്മത്ത് എന്ന പദത്തിനും സമുദായം എന്ന് നാം അർത്ഥം പറയാറുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആനും ഹദീസും ഈ പദങ്ങളെ രണ്ട് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളിലാണ് പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് ശാന്തമായി പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഖൗം എന്നാൽ ഒരു വംശീയ ജനവിഭാഗം അല്ലെങ്കിൽ ഒരു ദേശീയ ജനവിഭാഗം എന്നാണ് അർത്ഥം. ഉമ്മത്ത് എന്നാലോ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള ഒരു ജനസമൂഹം എന്നുമാണ് അർത്ഥം. ഓരോ പ്രവാചകനും വരുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ഖൗമിലേക്കാണ്, ഒരു പ്രത്യേക വംശീയ ജനവിഭാഗത്തിലേക്കാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ദേശീയ ജനവിഭാഗത്തിലേക്കാണ്. എന്നിട്ട് ആ പ്രവാചകൻ വന്നുകൊണ്ട് ഖൗമിനെ സംബോധന ചെയ്യുകയാണ്. യാ ഖൗമി, എന്റെ ഖൗമേ, എന്റെ ജനമേ എന്ന് പറഞ്ഞ് സംബോധന ചെയ്യുകയാണ്. അപ്പോൾ ആ വംശത്തിലുള്ളവരൊക്കെ ആ പ്രവാചകന്റെ അഭിസംബോധിതരാണ്, അല്ലെങ്കിൽ ആ ദേശവാസികളൊക്കെ പ്രവാചകന്റെ അഭിസംബോധിതരാണ്. യാ ഖൗമി എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്യുമ്പോൾ, എന്നിട്ട് പ്രവാചകന്റെ ആദർശം അവരുടെ മുമ്പാകെ വെക്കുന്നു. ആ ആദർശം അംഗീകരിക്കുകയും പ്രവാചകനോടൊപ്പം പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും പ്രവാചകൻ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം വന്നു ചേരുന്നു. ആ സമൂഹത്തെക്കുറിച്ചാണ് പ്രവാചകന്റെ ഉമ്മത്ത് എന്ന് പറയുന്നത്. ഏതൊരു ജനതയിലേക്കാണോ പ്രവാചകൻ വരുന്നത്, ആ ജനതയെക്കുറിച്ച് പ്രവാചകന്റെ ഖൗം എന്നും, ഏതൊക്കെ ജനതയാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, പ്രവാചകൻ അലൈഹിസ്സലാമിന്റെ ആദർശം അംഗീകരിച്ച് പ്രവാചകന്റെ ദൗത്യം ഏറ്റെടുക്കാൻ മുന്നോട്ട് വരുന്നത്, അവരെ പ്രവാചകന്റെ ഉമ്മത്ത് എന്നും പറയുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തു വന്ന മുഹാജിറുകളുണ്ട്, മദീനാവാസികളായിട്ടുള്ള അൻസാരികളുമുണ്ട്. ഈ രണ്ടു കൂട്ടരും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെടുന്നു. ഔസ് വംശമുണ്ട്, ഹസ്രജ് വംശമുണ്ട്, രണ്ട് ഗോത്രങ്ങളാണ്. ഈ ഗോത്രങ്ങളിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം ശ്രവിച്ച് പ്രവാചകൻ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള ജനവിഭാഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ വന്നു ചേരുന്നു. അബ്സീനിയയിൽ നിന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു, പേർഷ്യയിൽ നിന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു, റോമിൽ നിന്ന് സുഹൈബ് റളിയല്ലാഹു തആല അൻഹു, വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുമാണ് അവർ വന്നു ചേർന്നതെങ്കിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം ശ്രവിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്യാൻ സന്നദ്ധരായപ്പോൾ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെടുന്നു. അതുകൊണ്ടാണ് ഉമ്മത്ത് എന്ന വാക്ക് വിശദീകരിക്കുന്നിടത്ത് ചില സന്ദർഭങ്ങളിൽ മുഫസ്സിറുകൾ അൽ ഉമ്മത്തു ഖൗമും മഅ റിസാല, ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള ജനവിഭാഗമാണ് എന്ന്
ഖുർആൻ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ മൃഗങ്ങളെയും ജന്തുക്കളെയും പക്ഷികളെയും ഒക്കെ തന്നെ ഉമമുൻ അംസാലുക്കും, നിങ്ങളെപ്പോലുള്ള ഉമ്മത്തുകളാണവ എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. അതിനും വിശാലമായ ഒരർത്ഥമുണ്ട്. നിങ്ങൾ ഏത് ജന്തുവർഗത്തെ എടുത്തു പരിശോധിച്ചാലും, ഏത് മൃഗങ്ങളെ എടുത്തു പരിശോധിച്ചാലും, ആ മൃഗങ്ങളും പക്ഷികളും ഉൾക്കൊള്ളുന്ന ജന്തുവർഗം ഒട്ടാകെ, അവരിൽ ഓരോ വിഭാഗങ്ങളും ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ ചില ദൗത്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്ന അർത്ഥത്തിൽ കൂടിയാണ് വിശുദ്ധ ഖുർആൻ ഉമമുൻ അംസാലുക്കും എന്നുള്ള പ്രയോഗം അവിടെ നടത്തിയിട്ടുള്ളത് എന്നും മുഫസ്സിറുകൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. നമ്മൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ് എന്ന് പറയുമ്പോൾ, ഉമ്മത്ത് മുസ്ലിമയിൽപ്പെട്ടവരാണ് എന്ന് പറയുമ്പോൾ, മില്ലത്തെ ഇസ്ലാമിയയിൽപ്പെട്ടവരാണ്, അണിചേരുന്നവരാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമുക്ക് നിർവഹിക്കേണ്ടുന്നതായ ചില ദൗത്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ആ ദൗത്യങ്ങൾ ഏതൊക്കെയാണെന്ന് വിശുദ്ധ ഖുർആൻ പല ഭാഷകളിലായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ എന്ന ദൗത്യമാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന ദൗത്യം. ഏത് സന്ദർഭത്തിലും മുസ്ലിം സമൂഹം ഒരു ജനതയിൽ, ഒരു രാജ്യത്ത്, ഒരു കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമായിട്ടാണ് വിശുദ്ധ ഖുർആൻ അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ എന്നുള്ള ദൗത്യം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ് അഖാമുസ് സലാത്ത വആതവുസ് സകാത്ത വഅമറൂ ബിൽ മഅറൂഫ് വനഹൗ അനിൽ മുൻകർ. ഭൂമിയിൽ ആധിപത്യം നൽകിയാൽ അവർ നമസ്കാരം നിലനിർത്തും, സകാത്ത് നൽകും, നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് അധികാരം ലഭിച്ചാൽ അവരുടെ അധികാരപരിധിയിൽ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് നൽകുകയും ചെയ്യുന്നതോടൊപ്പം നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന ദൗത്യമാണ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ വഴിയിൽ ഇരിക്കുകയാണെങ്കിൽ വഴിയോടുള്ള ഹക്ക് നിങ്ങൾ പാലിക്കണം. എന്താണ് വഴിയോടുള്ള ബാധ്യത എന്ന് ചോദിച്ച അനുചരന്മാരോട് പ്രവാചകന്മാർ പറഞ്ഞത് റദ്ദുസ്സലാം, സലാം മടക്കണം. ആരെങ്കിലും സലാം പറയുന്നുണ്ടെങ്കിൽ അത് മടക്കാനുള്ള വിശാലതയും സമയവും ഉണ്ടെങ്കിലേ നിങ്ങൾ വഴിയിലിരിക്കാവൂ, ഓവുപാലത്തിന്മേൽ ഇരിക്കാവൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയാണ്. വഗള്ളുൽ ബസർ, കണ്ണുകൾ താഴ്ത്തണം. കാണാൻ പാടില്ലാത്ത പലതും മുന്നിലൂടെ നടന്നുപോയി എന്ന് വരും. കണ്ണു തുറിച്ചു നോക്കരുത്. കണ്ണുകൾ താഴ്ത്താനുള്ള ആത്മീയ ശക്തി ഉണ്ടായിരിക്കണം. ആ ആത്മീയ ശക്തിയുള്ളവരെ വഴിയിലിരിക്കാവൂ. വൽ അംറു ബിൽ മഅറൂഫ് വൻ നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഒരു തിന്മ കണ്ടാൽ അതിനെ എതിർക്കുവാൻ, വളരേണ്ടുന്ന നന്മയെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള ഒരു മാനസികമായ അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ വഴിയിലിരിക്കാവൂ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഭൂമിയിൽ ഒരു തുണ്ടിൽ അധികാരം കിട്ടിയാൽ അവിടെ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. വെറുതെ വഴിയിലിരിക്കുകയാണെങ്കിൽ പോലും ആ ദൗത്യം നിർവഹിക്കാൻ ഒരു മുസ്ലിം സന്നദ്ധരാകണം എന്ന സന്ദേശമാണ് ഖുർആനും ഹദീസും പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. ഇത് ഒരു വാചകത്തിൽ ഒരു കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. മറ്റൊരു വാചകത്തിൽ മറ്റൊരു കാര്യം ബോധ്യപ്പെടുത്തുന്നത് വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ
ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. ഇസ്ലാമിക സമൂഹം പ്രവാചകന്റെയും ജനങ്ങളുടെയും മധ്യത്തിലുള്ള ഒരു സമൂഹമാണ്. ഉമ്മത്ത് വസത് എന്നതിന് പല അർത്ഥങ്ങളുമുണ്ട്. ഞാൻ പറഞ്ഞത് ഒരൊറ്റ അർത്ഥം മാത്രമാണ്. പ്രവാചകന്റെയും ജനങ്ങളുടെയും മധ്യത്തിലുള്ള ഒരു സമൂഹമാണ് ഇസ്ലാമിക സമൂഹം. പ്രവാചകൻ എന്താണോ ഈ സമൂഹത്തിന് എത്തിച്ചു കൊടുത്തത്, ആ കാര്യം മറ്റുള്ള ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഈ സമൂഹം ബാധ്യസ്ഥമാണ്, ഈ ഉമ്മത്ത് ബാധ്യസ്ഥമാണ്. ആ ദൗത്യം നിർവഹിക്കുന്ന ഒരു മധ്യമ സമൂഹമാണ് ഇസ്ലാമിക സമൂഹം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. സത്യസാക്ഷ്യം വഹിക്കുക എന്നാണ് മലയാളത്തിൽ ഒറ്റ വാക്കിന് ഇത് പറയാൻ കഴിയുക. ഏതൊരു സത്യമാണോ തനിക്ക് ലഭ്യമായിട്ടുള്ളത്, ഏതൊരു സത്യമാണോ അല്ലാഹുവിങ്കൽ നിന്ന് വിശുദ്ധ ഖുർആനിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ളത്, ഏതൊരു സത്യമാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് കൈമാറിയിട്ടുള്ളത്, ആ സത്യം ഇനിയും എത്തിയിട്ടില്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക, ആ സത്യത്തിന്റെ സാക്ഷികളായി ജനങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റു നിൽക്കുക എന്നതാണ് സത്യസാക്ഷ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സത്യസാക്ഷ്യമാണ് മുസ്ലിം സമുദായം, ഉമ്മത്ത് മുസ്ലിമ നിർവഹിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ അൻ അഖീമുദ്ദീന വലാ തതഫറഖൂ ഫീ, നിങ്ങൾ ദീനിനെ സംസ്ഥാപിക്കണം, ഒരിക്കലും അതിൽ ഭിന്നിച്ചു പോകരുത് എന്ന് പറയുന്നുണ്ട്. ശറഅലക്കും മിനദ്ദീനി, നിങ്ങൾക്ക് ദീനിൽ ശരീഅത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് ആരംഭിക്കുന്നത്. നമ്മുടെ ദീനിൽ നമുക്ക് നിയമമാണ് അല്ലാഹുവിന്റെ ദീൻ സംസ്ഥാപിക്കുവാൻ വേണ്ടി ത്യാഗ പരിശ്രമങ്ങൾ അർപ്പിക്കുക എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തെ പ്രത്യേകമായി തെരഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഹുവ ജിതബാക്കും, അവനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ, നേരത്തെയുള്ള വേദഗ്രന്ഥങ്ങളിലും ഈ വേദഗ്രന്ഥത്തിലും നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് നാമകരണം ചെയ്തിട്ടുള്ളത് അവനാണ്. അവനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്, മുസ്ലിങ്ങൾ എന്ന് നാമകരണം ചെയ്തിട്ടുള്ളത് അവനാണ് എന്നാവർത്തിച്ചു പറയുന്ന സന്ദർഭത്തിൽ തന്നെ ജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യേണ്ട മുറപ്രകാരം ജിഹാദ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ, ഷഹാദത്തുൽ ഹഖ്, ഇഖാമത്തുദ്ദീൻ, ജിഹാദ് ഫീ സബീലില്ലാഹ് എന്നീ പദപ്രയോഗങ്ങളിലൂടെ മുസ്ലിം ഉമ്മത്തിന്റെ റിസാലത്ത് എന്താണ്, മുസ്ലിം ഉമ്മത്തിന്റെ ദൗത്യം എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ സ്വഭാവത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊരു സമൂഹത്തിലും മുസ്ലിം സമുദായം ജീവിക്കുമ്പോൾ ഈ ദൗത്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ആ ദൗത്യം നിർവഹിക്കാനാണ് അവർ നിലനിൽക്കേണ്ടത്, ആ ദൗത്യം നിർവഹിക്കാനാണ് അവർ ശക്തിയാർജിക്കേണ്ടത്, ആ ദൗത്യം നിർവഹിക്കുവാനാണ് അവർ വിഭവങ്ങൾ ശേഖരിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഞാൻ ആദ്യമായി നിങ്ങളെ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യ സമൂഹത്തെക്കുറിച്ച് ഇസ്ലാമിനൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിന്റെ ആദ്യ ഭാഗം മനുഷ്യ സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ഓരോ ജനതയ്ക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ചിന്താ സ്വാതന്ത്ര്യവും പ്രവർത്തന സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മനസ്സിൽ രൂഢമൂലമായിരിക്കേണ്ടുന്ന ഒരാശയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മനുഷ്യന് ചിന്താ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത്. അല്ലാഹു വിചാരിച്ചിരുന്നുവെങ്കിൽ മനുഷ്യവർഗത്തെ മലക്കുകളെപ്പോലെ തന്നെ സൃഷ്ടിക്കുമായിരുന്നു. അല്ലാഹു തീരുമാനിച്ചിരുന്നുവെങ്കിൽ മനുഷ്യവർഗത്തെ
മൃഗങ്ങളെപ്പോലെ സൃഷ്ടിക്കുമായിരുന്നു. വിശേഷ ബുദ്ധി നൽകുകയും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തുകൊണ്ട് ചിന്താ സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യനെ നയിച്ചിട്ടുള്ളത്, മനുഷ്യന് ആ സ്വഭാവം നൽകിയിട്ടുള്ളത് അല്ലാഹുവാണ്. അല്ലാഹു നൽകിയിട്ടുള്ള ചിന്താ സ്വാതന്ത്ര്യത്തെ ഒരു കാരണവശാലും നമുക്ക് നശിപ്പിക്കുക വയ്യ. അത് അല്ലാഹു നൽകിയിട്ടുള്ളതാണ് എന്നുള്ള വസ്തുത നമ്മൾ അംഗീകരിക്കണം. അല്ലാഹു മനുഷ്യന് ചിന്താ സ്വാതന്ത്ര്യം നൽകിയതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ചിന്തയിലും മനുഷ്യന്റെ പ്രകൃതത്തിലും മനുഷ്യന്റെ സ്വഭാവങ്ങളിലും വൈവിധ്യം നിലനിൽക്കുന്നുണ്ട്. ഈ വൈവിധ്യം അല്ലാഹു അറിയാതെ വന്നു ചേർന്നിട്ടുള്ള വൈവിധ്യമല്ല. ഈ വൈവിധ്യം അല്ലാഹു അറിഞ്ഞുകൊണ്ട് വന്നു ചേർന്നിട്ടുള്ളതാണ്. മാത്രമല്ല, ഈ വൈവിധ്യം അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശത്തിൽ തന്നെ പെട്ടതാണ് എന്ന് ഞാൻ തുടക്കത്തിൽ ഓതിക്കേൾപ്പിച്ചിട്ടുള്ള ആയത്ത് നിങ്ങളെ ബോധ്യപ്പെടുത്തും. വലൗ ശാഅ റബ്ബുക ലജഅലൻ നാസ ഉമ്മതൻ വാഹിദ. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ജനങ്ങളെ ഒരൊറ്റ സമുദായമാക്കി അല്ലാഹു മാറ്റുമായിരുന്നു. അങ്ങനെ അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. വലാ യസാലൂന മുഖ്തലിഫീൻ. അവർ വൈവിധ്യങ്ങൾ പുലർത്തുന്നവരായിക്കൊണ്ടേയിരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങളും ചിന്താ വൈവിധ്യങ്ങളും പ്രവർത്തന മേഖലകളിലെ വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും ഉൾക്കൊള്ളുന്നവരായിക്കൊണ്ടേയിരിക്കും. വലാ യസാലൂന മുഖ്തലിഫീൻ. ഈ വൈവിധ്യം ഒരു ഘട്ടത്തിൽ പൂർണ്ണമായി അവസാനിച്ചു പോകും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഇല്ലാ മർ റഹിമ റബ്ബുക്. വ്യതിയാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത്, പിഴക്കലുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ശരിയായ മാർഗം അവലംബിക്കാൻ കഴിയുന്ന ആളുകൾ നിന്റെ നാഥന്റെ പ്രത്യേകമായ അനുഗ്രഹത്തിന് പാത്രമായിട്ടുള്ള ആളുകളായിരിക്കും. വലിദാലിക ഖലഖഹും വലാ യസാലൂന മുഖ്തലിഫീൻ എന്നുള്ള അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥ തുടർന്നുകൊണ്ടിരിക്കും. അതിന് തന്നെയാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ വതമ്മത് കലിമതു റബ്ബിക ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. പക്ഷേ അല്ലാഹുവിന്റെ കലിമത്ത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമുള്ള വലിയ സംഘങ്ങളെ കൊണ്ട് നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറക്കുക തന്നെ ചെയ്യും. ഈ ദുനിയാവിൽ വൈവിധ്യങ്ങളുണ്ട്. അവയിൽ എല്ലാം പലതും വ്യതിയാനങ്ങളാണ്. ആ വ്യതിയാനങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പരലോകത്തിൽ ശിക്ഷ ലഭിക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പരലോകത്ത് ശിക്ഷ ലഭിക്കും എന്നതൊരു യാഥാർത്ഥ്യമാണ് എന്നതോടൊപ്പം തന്നെ ഈ ലോകത്ത് വൈവിധ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനുഷ്യകുലത്തെ സംബന്ധിച്ച ഇസ്ലാമിന്റെ വീക്ഷണത്തിന്റെ ഒരസിലാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലും സൂറത്തുൽ മാഇദയിലുമൊക്കെ വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യൻ ഒരൊറ്റ സമൂഹമായിരുന്നു. പക്ഷേ പ്രവാചകൻ വന്നതിന് ശേഷമാണ്, പ്രവാചകന്മാർ ഓരോ ഘട്ടത്തിലും വരുമ്പോഴാണ് ജനങ്ങൾക്കിടയിൽ ഇഖ്തിലാഫുകൾ ഉണ്ടാകുന്നത് എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു പ്രവാചകൻ വരുന്നു, ജനത ആ പ്രവാചകനെ അനുധാവനം ചെയ്യുന്നു. ആ പ്രവാചകന് ശേഷം മറ്റൊരു പ്രവാചകൻ വരുന്നു. ആ രണ്ടാമത്തെ പ്രവാചകൻ വരുന്നത് പല ആവശ്യങ്ങൾക്കുമാണ്. ചിലപ്പോൾ ആദ്യത്തെ പ്രവാചകന്റെ സന്ദേശങ്ങളിൽ നിന്ന് ആളുകൾ വഴുതിപ്പോയിട്ടുണ്ടാകും, അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ. ചിലപ്പോൾ ആദ്യത്തെ പ്രവാചകൻ സന്ദേശം നൽകിയതിന് ശേഷം അവർക്കുള്ള ശിർഅത്തും മിൻഹാജും നൽകിയതിന് ശേഷം മനുഷ്യകുലം വലിയ പുരോഗതി പ്രാപിച്ചിട്ടുണ്ടാകും, നാഗരികത വികസിച്ചു വന്നിട്ടുണ്ടാകും. വികസിച്ച നാഗരികതകൾക്കനുസൃതമായ നിർദ്ദേശങ്ങൾ രണ്ടാമത് നൽകേണ്ടതുണ്ടാകും. അതുമല്ലെങ്കിൽ ഒരു പ്രവാചകന്റെ കാലശേഷം ആ പ്രവാചകൻ നേതൃത്വം നൽകിയിട്ടുള്ള സമൂഹത്തിന്റെ നേതൃത്വം
ഈ പ്രവാചകൻ ഏറ്റെടുത്തു വേണ്ടി വന്നിട്ടുണ്ടാകും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവാചകൻ വന്നിട്ടുണ്ട്. ആ ഓരോ പ്രവാചകൻ വരുന്ന ഘട്ടത്തിലും ആ പ്രവാചകനിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ടാകും, വിശ്വസിക്കാത്ത കൂട്ടരുണ്ടാകും. ഈ ഒരു സമ്പ്രദായമാണ് ജനങ്ങളിൽ മതപരമായ വൈവിധ്യങ്ങൾക്ക് കാരണം എന്ന് വിശുദ്ധ ഖുർആൻ വളരെ സംക്ഷിപ്തമായും എന്നാൽ വളരെ സ്പഷ്ടമായും പല സന്ദർഭങ്ങളിലും പറഞ്ഞു വെക്കുന്നുണ്ട്. വിവിധ മതസമൂഹങ്ങൾക്ക് വിവിധ ആചാര രീതികളുണ്ടെന്ന് ഖുർആൻ പറയുന്നു. വിവിധ മൻസക്കുകളുണ്ട്. അല്ലാഹുവിന്റെ നാമം ഓർമ്മിക്കുന്നതിന് ദിക്റുള്ളക്ക് വേണ്ടി വിവിധ മൻസക്കുകളുണ്ട്. ആരാധനാ രീതികൾ പലതാണ് ആളുകൾ അവലംബിക്കുന്നത് എന്ന് ഖുർആൻ ആവർത്തിച്ചു പറയുന്നുണ്ട്. വിവിധ നിയമങ്ങളും വ്യവസ്ഥകളും വിവിധ ജനതയ്ക്കുണ്ട് എന്നുള്ള വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നുണ്ട്. ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജ വലൗ ശാഅ അല്ലാഹു ലജഅലകും ഉമ്മതൻ വാഹിദ. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഒരൊറ്റ സമൂഹമാക്കുമായിരുന്നു. പക്ഷേ വിവിധ സമൂഹങ്ങൾക്ക് വിവിധ ശിർഅത്തും വിവിധ മിൻഹാജും നാം നൽകിയിട്ടുണ്ട്. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ഓരോരുത്തരും അവരുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ സംതൃപ്തരാണ്. ഇപ്പൊ വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന, വ്യത്യസ്തങ്ങളായ ആചാര സമ്പ്രദായങ്ങൾ ഉൾക്കൊള്ളുന്ന, വ്യത്യസ്തങ്ങളായ രീതികളും നിയമ സംഹിതകളും ഉൾക്കൊള്ളുന്ന സമൂഹങ്ങൾ ഈ ലോകത്തുണ്ട്. അങ്ങനെയുള്ള ഒരു ലോകത്ത് പ്രവാചകന്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് പ്രവാചകൻ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കുവാൻ സന്നദ്ധരായിട്ടുള്ള ഒരു സമൂഹം, ആ സമൂഹമാണ് ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നത്. ഒരിക്കലും മുസ്ലിം സമുദായത്തെ ഒരൊറ്റ സമുദായം മാത്രമായി നാം കാണരുത്. മുസ്ലിം സമുദായത്തെ മറ്റൊരു സമൂഹവുമായി ചേർത്ത് വെച്ചുകൊണ്ട്, ഈ ലോകത്തെ ഈ രാജ്യത്തിലെ ജനതയുമായി ചേർത്ത് വെച്ചുകൊണ്ടേ നമുക്ക് കാണാൻ കഴിയൂ. മുസ്ലിം സമൂഹത്തെ അതത് കാലഘട്ടത്തിലെ ജനവിഭാഗങ്ങളുമായി, അതത് രാജ്യങ്ങളിലെ ജനവിഭാഗങ്ങളുമായി, അതത് സംസ്ഥാനങ്ങളിലെ ജനവിഭാഗങ്ങളുമായി ചേർത്തുകൊണ്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. സമുദായത്തിന്റെ ദൗത്യം നിർവഹിക്കുമ്പോൾ ആ സമൂഹങ്ങളുമായുള്ള ബന്ധത്തെ നിർണയിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് സമുദായത്തിന്റെ ദൗത്യം, അതിന്റെ സ്വഭാവവും നിർണയിക്കാൻ കഴിയുകയുള്ളൂ. എന്താണ് ഇതര മനുഷ്യ സമൂഹങ്ങളുമായി ഇസ്ലാമിക സമൂഹത്തിന്റെ ബന്ധം? ഞാൻ നേരത്തെ ഓതിവെച്ച ആയത്തിൽ ഇതിന്റെ ചെറിയ സൂചനയുണ്ട്. കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഒരു ഉത്തമ സമുദായമാണ്. ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായം. ഇന്ത്യയിൽ നിങ്ങൾ 10-18 കോടി ഉണ്ടെങ്കിൽ 110 കോടി ജനതയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ നിയോഗം. കേരളത്തിൽ നിങ്ങൾ 1 കോടിയിൽ താഴെ ആളുകൾ ഉണ്ടെങ്കിൽ കേരളത്തിൽ നിലനിൽക്കുന്ന 4 കോടിയോളം വരുന്ന ജനതയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ നിയോഗം. ലോകത്ത് നിങ്ങൾ 100 ചില്ലാനം കോടിയുണ്ടെങ്കിൽ 700 ചില്ലാനം കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ നിയോഗം. ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ നിയോഗം എന്ന വാക്ക് അർത്ഥവത്തായ ഒരു വാക്കാണ്. അപ്പൊ ജനതയുമായി ചേർന്നുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിന്റെ ദൗത്യം നിർണയിക്കപ്പെടേണ്ടത്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാഅ അലന്നാസ്, ജനങ്ങൾക്ക് സാക്ഷിയാകാനാണ് നിങ്ങളുടെ നിയോഗം. ജനങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ ദീനിന്റെ സാക്ഷികളായി ഉയർന്നു നിൽക്കാനാണ് നിങ്ങളുടെ നിയോഗം. നിങ്ങൾ അതിനു വേണ്ടിയാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. മുസ്ലിം സമുദായം അതിന്റെ ചിന്തയും അതിന്റെ കണ്ണുകളും തന്നിലേക്ക് തന്നെ ചുരുട്ടിവെക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ആന ചിലപ്പോൾ അതിന്റെ തുമ്പിക്കൈ തന്റെ വായിലേക്ക് തന്നെ ചുരുട്ടിവെക്കുന്നത് പോലെ സമുദായം തന്നിലേക്ക് തന്നെ ചുരുളാൻ
ശ്രമിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്കു വേണ്ടി നിയോഗിക്കപ്പെട്ട സമൂഹമാണ് എന്നുള്ള ബോധം മുസ്ലിം സമുദായ അംഗങ്ങളിൽ നിന്ന് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നതായി നാം കാണുന്നു. ഈ സമുദായം വെറും ഒരു വംശീയ ജനവിഭാഗമല്ലെന്നും ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള ജനവിഭാഗമാണെന്നുമുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു വിഭാഗം എന്നുള്ളതിലേക്ക് മറ്റേ വിഭാഗങ്ങളുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടും അതുമായിട്ടുള്ള ഒരു പാരസ്പര്യത്തെ നിർണയിച്ചുകൊണ്ടുമാണ് ഈ സമുദായത്തിന്റെ നിയോഗത്തിനും ദൗത്യത്തിനും അന്തിമരൂപം വരേണ്ടത് എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. ഈ രണ്ട് പോയിന്റുകളും നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ നമുക്ക് ചില ദൗത്യങ്ങൾ വന്നു ചേരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ദൗത്യം നമ്മുടെ വിശ്വാസത്തിന്റെയും നമ്മുടെ സംസ്കാരത്തിന്റെയും ഇസ്തിഖാമത്ത്, അതിന്റെ സംരക്ഷണം തന്നെയാണ്. മറ്റുള്ളവരുടെ വിശ്വാസവും നമ്മുടെ വിശ്വാസവും ഇടകലർന്നുകൊണ്ട് തൗഹീദിൽ വെള്ളം ചേർന്നു പോകാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ഇസ്ലാമിക സംസ്കാരം ഏതെങ്കിലും ഒരു പ്രത്യേക ജനതയുടെ സംസ്കാരമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക സംസ്കാരം, ആ സംസ്കാരങ്ങൾ ഇതര സംസ്കാരങ്ങളുമായിട്ടുള്ള പാരസ്പര്യത്തിൽ നേർത്ത് പോവുകയും അലിഞ്ഞു പോവുകയും ചെയ്യാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ഒന്നാമതായി നമ്മുടെ ദൗത്യം നമ്മുടെ വിശ്വാസത്തിന്റെയും നമ്മുടെ കൾച്ചർ, നമ്മുടെ സംസ്കാരത്തിന്റെയും ഇസ്തിഖാമത്ത് തന്നെയാണ്. രണ്ടാമതായി ദൗത്യം നിർവഹിക്കുവാനുള്ള നമ്മുടെ ഒരു കാൽവെപ്പ് ഇതര സമൂഹങ്ങളുമായുള്ള നിരന്തരമായ സൗഹൃദ ബന്ധമാണ്, സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വമാണ്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ, നമ്മുടേതുപോലുള്ള ജനസമൂഹങ്ങളിൽ നമുക്ക് നിർവഹിക്കുവാനുള്ള രണ്ടാമത്തെ ദൗത്യം ഈ രാജ്യത്തിലെ ജനവിഭാഗങ്ങളുമായി അറ്റമില്ലാത്ത സൗഹൃദത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അവരിൽ നന്മ കൽപ്പിക്കുവാനും തിന്മ വിരോധിക്കുവാനും നമുക്ക് കഴിയണമെങ്കിൽ, അള്ളാഹുവിന്റെ ദീൻ ഉയർത്തിപ്പിടിച്ച് ദീനിന്റെ സാക്ഷികളായി അവരുടെ മുമ്പാകെ നിൽക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ സൗഹൃദ ബന്ധം, സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം, സഹജീവിതം എന്നുള്ള ഒരാശയത്തെ നമ്മൾ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇതര സമൂഹങ്ങളെ സ്നേഹിച്ചുകൊണ്ടും ഇതര സമൂഹങ്ങളെ ആദരിച്ചുകൊണ്ടും ഇതര സമൂഹങ്ങളുടെ ആദരവും സ്നേഹവും പിടിച്ചു പറ്റിക്കൊണ്ടും ഈ ആദർശം നമ്മുടെ മുമ്പിലുള്ള വിശുദ്ധമായിട്ടുള്ള ഈ ആദർശത്തിന്റെ വിശുദ്ധമായിട്ടുള്ള അനുരണങ്ങൾ അവർ സൃഷ്ടിക്കുകയും ഇതിന്റെ വെളിച്ചം അവരിൽ വിതറുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായി നാം ചെയ്യേണ്ടുന്ന കാര്യം. മൂന്നാമതായി നാം ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും നല്ല വ്യക്തിത്വമുള്ള ഒരു സമൂഹമായി, ചിന്താശീലമുള്ള വ്യക്തിത്വമുള്ള, ഏറ്റവും ഉയർന്ന മാനവിക ഗുണങ്ങളും ധാർമ്മിക ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഉത്തമ സമുദായമായി നാം ഉയർന്നു നിൽക്കുക എന്നുള്ളതാണ്. സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഉയർന്നു നിൽക്കുന്ന ഒരു സമൂഹം, ഐക്യമുള്ള കെട്ടുറപ്പുള്ള ഒരു നേതൃത്വമുള്ള ഒരു സമൂഹം, ആ സമൂഹമായി ഈ രാജ്യത്ത് ഉയർന്നു നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് നിർവഹിക്കുവാനുള്ള ദൗത്യം. നമ്മെ വളർത്താനും ഉയർത്താനും ഉള്ള ഉത്തരവാദിത്തം മറ്റുള്ളവർക്ക് നൽകി നമ്മൾ ഒഴിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് കാര്യമില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വന്തത്തെ മാറ്റാതെ അല്ലാഹു ഒരു സമൂഹത്തെയും മാറ്റുകയില്ല. അത് അല്ലാഹുവിന്റെ സുന്നത്തിൽപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വയം മാറാൻ, സ്വയം ഔന്നത്യം നേടിയെടുക്കുവാൻ സന്നദ്ധരാവുക എന്നുള്ളതാണ് മൂന്നാമതായി നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യം. നാലാമതായി ഒരു ഉമ്മത്ത് എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യം, അള്ളാഹുവിന്റെ ദീനിനെ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് കൈമാറുക എന്നുള്ളതാണ്. അവർക്ക് അത് ആവശ്യമുണ്ട്, അത് നൽകുക എന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ്. ഈ ദൗത്യങ്ങൾ സ്വയം നിർവഹിക്കുന്ന ഒരു സമൂഹമായി ഇന്ത്യയിലെ 10-18 കോടിയോളം വരുന്ന ഇസ്ലാമിക സമൂഹം മാറുന്നുണ്ടെങ്കിൽ ഈ സമൂഹം
ഈ രാജ്യത്തെ നിയന്ത്രിക്കുവാനും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുവാനും അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുവാനും കഴിയുന്ന ഒരു സമൂഹമായി തീരും. നാട്ടിലെ ജനതതികൾക്ക്, പിന്നാക്ക ജനവിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും പാർശ്വവൽകൃത ജനവിഭാഗങ്ങൾക്കും ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും പടുകുഴിയിൽ വീണുപോയ ജനങ്ങൾക്കും നേതൃത്വം നൽകുവാനുള്ള ശേഷി ഈ മുസ്ലിം ഉമ്മക്ക് വന്നു ചേരും. നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും നമ്മുടെ താൽപര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളയിടത്ത് മാത്രം നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. കഷ്ടപ്പാടനുഭവിക്കുകയും യാതനകൾ പേറുകയും ചെയ്യുന്ന ജനതയുണ്ടല്ലോ, ആ ജനതകൾക്ക് ഇന്ത്യയിൽ ആശ്വാസം നൽകുന്ന ഒരു വിഭാഗമായി ഇന്ത്യ രാജ്യത്ത് നമുക്ക് ഉയർന്നു നിൽക്കാൻ കഴിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അടിത്തറകളും നേരത്തെ പറഞ്ഞ അജണ്ടകളും നമ്മുടെ ജീവിതത്തിൽ പുലർത്തിയേ പറ്റൂ എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും.